സഹോദരങ്ങളെ സഹോദരിമാരെ നമസ്കാരം. +2 മാത്സിൽ ഓരോ ചാപ്റ്ററിൽ നിന്നും എത്ര മാർക്കിന് പബ്ലിക് എക്സാമിന് ചോദിക്കും, എത്ര മാർക്കിന് മോഡൽ എക്സാമിന് ചോദിക്കും, ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒന്ന് കൃത്യമായിട്ട് പറഞ്ഞുതരുമോ? ഒരുപാട് കുട്ടികൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. സോ നോക്കിക്കോ, ഇവിടെ ഞാൻ +2 മാത്സിലെ നിങ്ങൾ ഓരോ ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞ വർഷത്തെ, അതായത് 2024 പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള ആ ഒരു രീതി അനുസരിച്ചാണ് പറയുന്നത്. അങ്ങനെ തന്നെയായിരിക്കും ഇത്തവണ എന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഇനി അതിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് മോഡൽ എക്സാം കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം, എത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്? 13 ചാപ്റ്റേഴ്സ്. എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം, തീർച്ചയായിട്ടും എല്ലാ ചാപ്റ്റേഴ്സും പഠിക്കണം. ഏതെങ്കിലും ഒന്ന് സ്കിപ്പ് ചെയ്താലോ അല്ലെങ്കിൽ 2 സ്കിപ്പ് ചെയ്താലോ ഫുൾ മാർക്ക് നഷ്ടപ്പെടുമോ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് 2-3 ചാപ്റ്റർ സ്കിപ്പ് ചെയ്താലും ഫുൾ മാർക്ക് കിട്ടും. പക്ഷേ ബാക്കിയുള്ള ആ ചാപ്റ്റേഴ്സ് നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആയിരിക്കണം. ആ ചാപ്റ്റേഴ്സിൽ നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റണം. അങ്ങനെയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഫുൾ മാർക്ക് കിട്ടും, അല്ലെങ്കിൽ കിട്ടില്ല. അതാണ്. സോ നിങ്ങൾ ആദ്യം വെയിറ്റേജ് ഒന്ന് അറിഞ്ഞു വെച്ചോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായുള്ള ടൈം ടേബിൾ ഉണ്ടാക്കാനും അതേപോലെ എങ്ങനെ ഏതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം എന്നുള്ളത് മനസ്സിലാവും. ഫസ്റ്റ് ഓൺ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ. 3 മാർക്കിന്റെ ഒരു ചോദ്യവും 4 മാർക്കിന്റെ ഒരു ചോദ്യം, ടോട്ടൽ 7 മാർക്കായിരുന്നു ലാസ്റ്റ് ഇയർ ചോദിച്ചത്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് 3 മാർക്കിന്റെ ഒരൊറ്റ ചോദ്യമാണ് ലാസ്റ്റ് ഇയർ ചോദിച്ചത്. അതിന്റെ മുമ്പ് വർഷമൊക്കെ 4 മാർക്കിന്റെ ചോദ്യമായിരുന്നു. മെട്രിസസിൽ നിന്ന് 3, 4, 7 മാർക്കിന്റെ ചോദ്യമാണ്. ഡിറ്റർമിനൻസിൽ നിന്ന് 6 മാർക്കിന്റെ ചോദ്യം. ഓക്കെ, ശ്രദ്ധിക്കണേ. മെട്രിസസ് വളരെ സിമ്പിൾ ആയുള്ള ചാപ്റ്റർ ആണ്, ഡിറ്റർമിനൻസും സിമ്പിൾ ആയുള്ള ചാപ്റ്റർ ആണ്. അടുത്തത് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി 3, 6, 9 മാർക്ക്. വൺ ഓഫ് ദ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ. ഓക്കെ, ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് 3, 4, 7 മാർക്ക്. ഇന്റഗ്രൽസ് 3, 6, 9 മാർക്ക്. അപ്പോൾ ഈ 2 ചാപ്റ്ററാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയും ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസും. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് 4 മാർക്ക്, ഡിഫറൻഷ്യൽ ഇക്വേഷനും 4 മാർക്ക്. അടുത്തത് വെക്റ്റർ ഓൾജിബ്ര 3, 4, 7 മാർക്കിനാണ് ചോദിച്ചത്. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്ന് 4 മാർക്കിന്റെ ഒരൊറ്റ ചോദ്യം, LPPയിൽ നിന്ന് 6 മാർക്കിന്റെ ഒരൊറ്റ ചോദ്യം, പ്രോബബിലിറ്റിയിൽ നിന്ന് 3, 4, 7 മാർക്ക്. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയല്ലോ. 6 മാർക്കിന്റെ 17 മുതൽ 20 വരെ വരുന്ന 4 ചോദ്യങ്ങളിൽ ഒന്ന് LPP ആയിരിക്കും, ഒന്ന് ഡിറ്റർമിനന്റിൽ നിന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒന്ന് ഇന്റഗ്രൽ, ഒന്ന് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പൊ ഈ LPPയിലെ ചോദ്യവും ഡിറ്റർമിനൻസിലെ ചോദ്യവും നിങ്ങൾക്ക് എന്തായാലും ചെയ്യാൻ പറ്റും. കുറച്ചൊന്ന് പഠിച്ചാൽ മതി. 6 മാർക്കിനാണ് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത്. ഇത്തവണ അത് മാറോ ഇല്ലയോ ഒന്നും അറിയില്ല. എന്നാലും കഴിഞ്ഞ വർഷത്തെ ഡാറ്റ വെച്ച് നമുക്കൊരു നിഗമനം നടത്താം. നിങ്ങൾ 6 മാർക്കിന്റെ ചോദ്യം എക്സ്പെക്ട് ചെയ്യാവുന്നത് ഡിറ്റർമിനൻസ്, അതേപോലെ തന്നെ LPP, ഇന്റഗ്രൽസ് ആൻഡ് കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. അപ്പോൾ ഇതിൽ 2 നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് ഡിറ്റർമിനൻസും LPPയും. അപ്പോൾ 12 മാർക്കൊന്നും എവിടെയും പോവില്ല. ആൻഡ് വേറൊരു കാര്യം, ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുത്തുകൊണ്ട് പഠിക്കേണ്ടത് എന്തായാലും നോക്ക്, 2 ചോദ്യങ്ങൾ വരുന്ന ചാപ്റ്റേഴ്സ് എന്തായാലും പഠിച്ചിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ, അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ, അതേപോലെ തന്നെ ഈ ഒരു ചാപ്റ്റർ. ഇതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പറ്റൂല. പിന്നെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, അതേപോലെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി 4, 4, 8, 3, 11 മാർക്കേ പോകും. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ കിട്ടും. അത് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് സ്കിപ്പ് ചെയ്യരുത്. സ്കിപ്പ് ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ ഓപ്ഷനാണ് അത്. സോ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആദ്യം ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് തന്നെയാണ്. അത് ഫസ്റ്റ് ഒന്ന് മെട്രിസസാ, 7 മാർക്ക് കിട്ടും. ചുരുങ്ങിയ സമയം മതി പഠിക്കാൻ. ഡിറ്റർമിനൻസ് 6 മാർക്ക് കിട്ടും. 7, 6, 13. പാസ്സാകാൻ നിങ്ങൾക്ക് 18 മാർക്കല്ലേ വേണ്ടത്, 13 മാർക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടി. പിന്നെ ഈ ഒരു LPP പഠിച്ചിട്ടുണ്ടെങ്കിൽ 6 മാർക്ക് അത് കിട്ടി. അതേപോലെ 3D ആൻഡ് വെക്റ്റർ, ഈ 5 ചാപ്റ്റേഴ്സ് ഒരു വസ്തുവും +2 അറിയാത്ത, മാത്സിൽ അറിയാത്ത കുട്ടിക്ക് പഠിക്കാൻ പറ്റിയ 5 ചാപ്റ്റേഴ്സ് ആണിത്. 6, 4, 10, 7, 17. അവിടെ 17 മാർക്കും ഇവിടെ ഒരു 13 മാർക്കും അല്ലേ. 6, 7, 13, 17, 13, 30 മാർക്ക് നിങ്ങൾക്ക് ഷുവറാണ് ഈ 5 ചാപ്റ്റർ പഠിച്ചാൽ. അതായത് ആകെയുള്ള 60 മാർക്കിൽ നിന്ന് 30 മാർക്ക് കിട്ടണമെങ്കിൽ ഈ 5 ചാപ്റ്റർ പഠിച്ചാൽ മതി. ഇനി അങ്ങോട്ടുള്ള മാർക്ക് നേടാൻ കുറച്ച് നിങ്ങൾ അധികം എഫേർട്ട് എടുക്കുക തന്നെ വേണം. ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും അത്ര ഈസി ഒന്നും അല്ല. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് പഠിച്ച് പ്രോബ്ലം ഒക്കെ ചെയ്താൽ മാത്രമേ അത് സെറ്റ് ആവുകയുള്ളൂ. സോ ബാക്കിയുള്ള ചാപ്റ്റേഴ്സിന്റെയും വെയിറ്റേജ് അനുസരിച്ചുകൊണ്ട് പഠിക്കുക. ഇന്റഗ്രൽസും ഈ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഒക്കെ എന്തായാലും പഠിച്ചിരിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ്. കാരണം അതിന്റെ വെയിറ്റേജ് ഭീമമാണ് അല്ലേ. അപ്പോൾ അത് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് വലിയ മാർക്കുകളാണ്. അപ്പം അതൊന്നും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ആൻഡ് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷെ 4 മാർക്കേ ഉള്ളൂ. ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് കുറച്ച് മാത്രമേ പഠിക്കാനുള്ളൂ. ഇന്റഗ്രൽസ് ഒന്നും വ്യക്തമായിട്ട് അറിയാത്ത കുട്ടിക്ക് പോലും ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് പഠിക്കാൻ പറ്റും. കാരണം ആകെ 2-3 ചോദ്യം ടെക്സ്റ്റ് തന്നെ പറയുന്നുള്ളൂ. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ 4 മാർക്ക് സ്കോർ ചെയ്യാം. അപ്പോൾ ഇതും സ്കോർ ചെയ്യാന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല.
സോ വെയിറ്റേജ് അനുസരിച്ച് പഠിക്കുക ആൻഡ് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും സ്കോർ ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിന് പോലും വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റിയ 5 ചാപ്റ്റേഴ്സ് ഉണ്ട്. അത് 5 പഠിച്ചാൽ 30 മാർക്ക് കിട്ടും. അത് എന്തായാലും ആദ്യം പഠിച്ചു തുടങ്ങുക. അതിനുശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിലേക്ക് മെല്ലെ മെല്ലെ കയറി വരിക. ഓക്കെ, സോ അടിപൊളിയായിട്ട് പഠിക്കുക. വീണ്ടും കാണാം.